ഭയങ്കര സ്വാഗ് ആണല്ലോ നീ. നമ്മുടെ ഏഷ്യാനെറ്റിലെ റീൽസ് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാല് ഈ പ്ലാച്ചിയുടെ തൊട്ടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് റീൽസ്. കാര്യം ഇവർ ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് റീൽസ് ഇടുന്നത്. അതിൽ ഇപ്പോൾ ഒരു റീൽ വന്നിരിക്കുന്നത് ഷാനവാസിൻ്റെ റീലാണ്. സ്വാഗ് ആൻഡ് സ്റ്റൈൽ വിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സാബുമാൻ ഇങ്ങനെ പറയാണ്, ഇതൊക്കെ സീരിയലിലും ഇതിലൊക്കെ നടക്കുകയുള്ളൂ, ഇതൊക്കെ ജീവിതത്തിൽ നടക്കാൻ പാടാണ്. അപ്പം ഷാനവാസ് ജീവിതത്തിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഷാനവാസിൻ്റെ ഒരു സ്വാഗ് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റിയാസ് വന്നത് വീഴാനൊക്കെ പോണ്. റിയാസ് വന്നത് ഷാനവാസിന് ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷാനവാസിന്റെ ഫാൻസ് അതെടുത്ത് ആഘോഷിക്കുമല്ലോ കേട്ടാ ഷെബി, നീ എന്താ പറഞ്ഞത്? അപ്പം ഇതിനകത്ത് ഈ റീലിനകത്ത് നമ്മുടെ തൊഴിലാളിയായിട്ടുള്ള ഷാനവാസ് റിയാസിനെതിരെയുള്ള തൊഴിലാളികളുടെ നെഞ്ചത്ത് കയറരുത്, പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നെഞ്ചും വിരിച്ച് തന്നെ പോകും, അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ല അതാണ് എടുത്ത് ഇട്ടേക്കുന്നത്. അതാണ് ഈ നമ്മുടെ ഏഷ്യനെറ്റ് എടുത്തിട്ട് ആ സ്വാഗ് ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഷോർട്സിൽ ഇട്ടേക്കുന്നത്. സോ അതിന് 29,000 ലൈക്കും ഉണ്ട് കേട്ടോ. നല്ല അതിനകത്ത് ഇതും പോകുന്നുണ്ട്, ഷെയറും പോകുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ റിയാസ് വന്നതിൽ വലിയൊരു കയറ്റം ഷാനവാസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് പൊളിക്കുകയാണ്. ഇനി അങ്ങോട്ട് നോക്കാം. ഇനിയിപ്പം റിയാസ് ഇല്ലാണ്ട് അപ്പോൾ റിയാസ് അവിടെ നിന്ന് കഴിഞ്ഞെങ്കിൽ ഷാനവാസിന് നല്ല കുതിപ്പ് കിട്ടുമായിരുന്നു കേട്ടോ. രാജാവാവും, കിരീടമില്ലാത്ത രാജാവാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് കളിക്കാൻ. അപ്പൊ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം ഷാനവാസ് എങ്ങനെ ഗെയിം കളിക്കും എന്നുള്ളത്. ഷാനവാസ് കുറച്ച് ക്രിയേറ്റീവ് ഒക്കെയാണ്, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അവൻ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ, അതൊക്കെ ഷാനവാസിന്റെ ഒരു ഗെയിമാണ് കേട്ടോ. അവൻ എന്നെയാണ്, ഇവിടെയുള്ള എല്ലാവരും എന്നെയാണ്. ചിലപ്പോൾ ആരൊന്നും ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും ഇവരൊക്കെ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഇവരെല്ലാം അവൻ എന്നെ ഇതാക്കി ഇതൊക്കെ പറഞ്ഞിട്ട് കളിക്കും. ചിലപ്പം ആദിലെ നൂറയ്ക്ക് അഗൻസ്റ്റായിട്ട് എന്നെ കളിക്കും കേട്ടോ, അല്ലേ? ശരിക്കും റിയാസ് വന്നതിന് ശേഷം ആ ഒരു ദിവസം ഷാനവാസ് തന്നെയായിരുന്നു ലൈവിൽ ഫുള്ളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാനവാസ് ഈ കളി കണ്ടിന്യൂ ചെയ്താൽ ഷാനവാസിന് ഭയങ്കര മുന്നേറ്റം കിട്ടും. അനീഷിന്റെ കാര്യം കട്ടപ്പുകയാവും. കളിക്കാൻ അറിയാം, പക്ഷെ ആര് എഗൻസ്റ്റ് ആയിട്ട് ഒരാൾ വേണം. ആര്? റിയാസിനെ പോലത്തെ ഒരാള് വേണം ഷാനവാസിന്. അതിനകത്ത് വേറെ ഒരാളും ഇല്ല, റിയാസിനെ പോലത്തെ ഒരാളൊന്നും ഇല്ല, മനസ്സിലായില്ലേ? സ്വയം ബലിയാടായി റിയാസ് സത്യം പറഞ്ഞാൽ അവിടെ ഗെയിം കളിച്ചതാണ് ഷെബി. റിയാസിന് കൊടുത്ത കാര്യം റിയാസ് ചെയ്തതാണ്. ഇന്നലെ ലാലേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഈ ചാലഞ്ചേഴ്സിനൊക്കെ ഒരു പണി ഏൽപ്പിക്കും, മനസ്സിലായില്ലേ? അത് അവർ ചെയ്തിട്ട് വരെ ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് കിട്ടുന്നത്, അതിൻ്റെ ഗുണം ചെയ്യണത് ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ അത് ഗുണം ചെയ്തത് ഷാനവാസിനാണ്. റിയാസ് അവിടെ മറ്റേ ചലഞ്ചേഴ്സിൻ്റെ പണിയെടുത്തു. ചലഞ്ചേഴ്സിന് ഒരു ഇത് കൊണ്ടുവരുന്നത്, അതിൻ്റെ പണിയെടുത്തു, കണ്ടന്റ് കൊടുത്തു, അതിൻ്റെ പണി കിട്ടിയത് അതിൻ്റെ ഇത് കിട്ടിയത് ആർക്കാണ്? ഷാനവാസിന്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഷാനവാസ് ഇനി നോക്കിക്കോ എന്ത് ചെയ്യുന്ന നോക്കി കാത്തിരുന്ന് കാണാം.